ഹലോ ഡിയർ മക്കളെ, വെൽക്കം ടു പൈററ്റ്സ് ലേണിംഗ് അക്കാഡമി. ഇസ് മീ അനന്തു. അപ്പോൾ മക്കളെ, തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇന്ന് തൊട്ട്. നമുക്കിനി എക്സാമിന് എത്ര ദിവസം ഉണ്ടെന്ന് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? എക്സാമിന് ഇന്ന് 19-ാം തീയതിയാണ്. ഇന്ന് 19/5/2024. ഓക്കെ, ഇനി എത്ര ദിവസം കൊണ്ടാണ് നമുക്ക് ജൂൺ 12-നാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂൺ 14-നാണ് മാത്സിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 23 ദിവസമുണ്ട് 12-ാം തീയതി ആകാൻ എന്ന് പറഞ്ഞാൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മുടെ മാത്സ് എക്സാമിന് ഇനി 25 ദിവസമുണ്ട്. അപ്പോൾ ഇനി പഠിച്ചു തുടങ്ങിയാൽ തീരുമോ എന്നൊരു ഡൗട്ട് എല്ലാ കുട്ടികൾക്കും ഉണ്ട്. 10 ദിവസം മതിയുടെ മക്കളെ, ഞാൻ പറഞ്ഞില്ലേ 10 ദിവസം മതി. നന്നായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ 10 ദിവസം കൊണ്ട് തീർക്കാനേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് എഴുതി പഠിച്ചോളുക. ഇനിയുള്ള ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ദിവസം. എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, അപ്പോൾ വീഡിയോസിൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറൊന്നുമല്ല, കൂടുതൽ കുട്ടികളിലേക്ക് ഇത് എത്തുവാണെങ്കിൽ അത് അവർക്ക് വലിയൊരു സഹായകരമാകും അല്ലേ? കൂടുതൽ കുട്ടികൾ, കഴിഞ്ഞ വർഷത്തേക്കാളും കുട്ടികൾ ഇത്തവണ തോറ്റിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇത് മാക്സിമം കുട്ടികളിലേക്ക് എത്തിക്കുക. മാത്സ് എല്ലാവരും ജയിക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ ഒരു സംഭവം കാണിക്കാം. കാരണം ഈ വീഡിയോസ് കാണുന്നതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണ് കൂടുതലും. മക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്, നിങ്ങൾ ജയിക്കാൻ വേണ്ടി. നിങ്ങൾ വീഡിയോസ് മാത്രം കണ്ടാൽ നിങ്ങൾ ജയിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ അങ്ങ് കൂടുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ വീഡിയോസ് കാണുന്ന കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ ഉണ്ടാകണം. കാരണം കൂടുതൽ കുട്ടികൾ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ അതിനേക്കാൾ വലിയൊരു സന്തോഷം എനിക്കില്ല. അപ്പോൾ കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോഴേ എനിക്ക് കുറച്ചുകൂടെ ഒരു എനർജി വരത്തുള്ളൂ, എനിക്കൊരു സന്തോഷം കുറച്ചുകൂടെ കൂടും. അപ്പോൾ ഞാൻ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് വീഡിയോസിൻ്റെ എണ്ണം കൂട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ഞാൻ വീഡിയോസിൻ്റെ എണ്ണം കൂട്ടി നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കും. അപ്പോൾ മക്കളെ, നന്നായിട്ട് വർക്ക് ചെയ്യേണ്ട ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുവാണ്. ടെൻഷനൊന്നും വേണ്ട. മാത്സ് മാത്രം എഴുതുന്ന കുട്ടികൾക്ക് ഇനി 25 ദിവസം മാത്സ് വർക്ക് ചെയ്യാനുള്ള സമയമുണ്ട്. അല്ലാതെ 3-4 വിഷയം എഴുതുന്ന കുട്ടികൾക്ക് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക കേട്ടോ. രാവിലെ ഒരു വിഷയം, ഉച്ച കഴിഞ്ഞൊരു വിഷയം, രാത്രി ഒരു വിഷയം എന്നുള്ള രീതിയിൽ പഠിച്ച് പോവുക. നിങ്ങൾ ഉറപ്പായിട്ടും ജയിക്കും. മാത്സിൻ്റെ ക്ലാസ്സുകൾ ഈ ചാനലിൽ ഇടുന്ന വീഡിയോസ് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ജയിക്കും. അതെൻ്റെ ഉറപ്പാണ്. അപ്പോൾ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ദിവസമായിട്ട് വീഡിയോസ് എല്ലാവരും കണ്ടു കാണുമല്ലോ. ഏതാണ്? നമ്മുടെ വെക്ടർ അൽജിബ്രയിലെ പ്രൊജക്ഷൻ എന്ന് പറയുന്ന വീഡിയോ. അതെല്ലാവരും കണ്ട് നന്നായിട്ട് പഠിക്കണം കേട്ടോ. അത് ഉറപ്പായിട്ട് വരുന്നതാണ്. നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ എഴുതിയ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഇത്തവണ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്. പ്രൊജക്ഷനുമായിട്ട് സാമ്യമുള്ളൊരു ഇക്വേഷനാണ് കേട്ടോ. അതുകൊണ്ട് പ്രൊജക്ഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെ എളുപ്പമായിരിക്കും. ഇത് വായിച്ചു നോക്കി. ദ ആംഗിൾ തീറ്റ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് എ ആൻഡ് ബി ഈസ് ഗിവൺ ബൈ കോസ് തീറ്റ ഈസ് ഇക്വൽ ടു. നേരത്തെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഇത് ഇത്രയല്ലേ ഉള്ളായിരുന്നു. എ ഡോട്ട് ബി ബൈ മോഡ് ബി എന്നായിരുന്നു പ്രൊജക്ഷൻ്റെ ഇക്വേഷൻ. ഇവിടെ എന്താണ്? എ ഡോട്ട് ബി ബൈ ഇതിൻ്റെ മോഡ് എടുക്കണം, പിന്നെ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കണം. മോഡ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് രണ്ടും പറയാം കേട്ടോ. അപ്പം മറ്റേ ഇക്വേഷൻ പഠിച്ചവർക്ക് ഇത് എളുപ്പമല്ലേ? അപ്പോൾ ഇക്വേഷൻ എന്താണ്? എഴുതി പഠിച്ച ഒരു 10 തവണ ഇക്വേഷൻ എഴുതി പഠിച്ചേ. കാരണം ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. കോസ് തീറ്റ ഈസ് ഇക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡ് ബി ഇൻറ്റു മോഡ് എ ഇൻറ്റു മോഡ് ബി, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ബി. എന്ത് വേണമെങ്കിലും ഈ വരയെ വായിക്കാം കേട്ടോ. മോഡുലസ് ഒന്നോ മാഗ്നിറ്റ്യൂഡ് ഒന്നോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തിരിച്ചറിയണം നിങ്ങൾ ആദ്യം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ആംഗിൾ കണ്ടുപിടിക്കുക, തീറ്റ കണ്ടുപിടിക്കുക. തീറ്റ. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കുമ്പോൾ ഓർത്തോണം, ആംഗിൾ എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഓർത്തോണം തീറ്റയുള്ള ഇക്വേഷൻ ഏതാണ് എന്ന് ഓർക്കണം. തീറ്റയുള്ള ഇക്വേഷൻ ഏതാണ്? കോസ് തീറ്റ. ക്ലിയർ ആണല്ലോ? ആംഗിൾ കണ്ടുപിടിക്കാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടെങ്കിൽ ഉടനെ മനസ്സിൽ വരേണ്ട ഇക്വേഷൻ കോസ് തീറ്റ ഈസ് ഇക്വൽ ടു എ ഡോട്ട് ബി ബൈ, ഒന്ന് പറഞ്ഞേ, എ ഡോട്ട് ബി ബൈ മോഡുലസ് എ ഇൻറ്റു മോഡുലസ് ബി, അല്ലെ മാഗ്നിറ്റ്യൂഡ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ബി. എഴുതാൻ ഓക്കെ അല്ലേ? ഇക്വേഷൻ എഴുതാൻ ഓക്കെ അല്ലേ? ഇക്വേഷൻ എഴുതാനവർക്ക് 1 മാർക്ക്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എയും ബിയും തന്നിട്ടുണ്ടല്ലോ, ആ എയും ബിയും അങ്ങ് എടുത്ത് എഴുതുക. അതിന് മുമ്പ് നമുക്ക് ഇക്വേഷൻ എഴുതാം.
1 മാർക്ക് കിട്ടട്ടെ. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു മുകളിലൊരു വരി ഇടണ ഈടെ വെക്ടർ ചെയ്യാം കേട്ടോ. എ ഡോട്ട് ബി ബൈ എ മോഡ് എ ഇൻറ്റു മോഡ് ബി. 1 മാർക്ക് ഓക്കെ. ഇനി നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. എ ഡോട്ട് ബി കണ്ടുപിടിക്കാമല്ലോ. എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എ ഡോട്ട് ബി കണ്ടുപിടിക്കാനൊക്കെ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടവർക്കൊക്കെ വളരെ വളരെ എളുപ്പമാണ്. എ ഡോട്ട് ബി, ഇവിടെ എയും ബിയും തന്നിട്ടില്ലേ മക്കളെ? എന്താണ്? ഇതാണ് എ, ഇതാണ് ബി. ഇനി അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ എയും ബിയും ചിലപ്പോൾ തരത്തില്ല. അപ്പം നമ്മൾ പേരിട്ട് വിളിക്കണം. ഫസ്റ്റത്തേനെ എ എന്ന് വിളിക്കുക, രണ്ടാമത്തേനെ ബി എന്ന് വിളിക്കുക. ഇനി നമുക്ക് ഡോട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കണത്? കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതല്ലേ. ഡോട്ട് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇവിടുത്തെ നമ്പരും നമ്മൾ ഇൻഡു ചെയ്യണം. ഇവിടെ ഐയുടെ കൂടെയുള്ള എന്താണ്? നമുക്കതൊന്ന് വേണമെങ്കിൽ എഴുതാം. ഇവിടെ ഐയുടെ കൂടെ 1, ഇവിടെ ജെയുടെ കൂടെ 1, ഇവിടെ കെയുടെ കൂടെ -1. ഓക്കെ, -1. ഇവിടെ ഐയുടെ കൂടെ 1, ഇവിടെ ജെയുടെ കൂടെ -1, ഇവിടെ കെയുടെ കൂടെ 1. ഇതൊക്കെയാണ് നമ്മുടെ നമ്പേഴ്സ്. ഇതൊക്കെ അങ്ങനെ മുകളിൽ അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. ഇനി നമുക്ക് എഴുതി വയ്ക്കാം. ദേ നോക്കിയേ, ഫസ്റ്റത്തെ എന്താണ്? ഐയുടെ കൂടെയുള്ള 1 × 1. അപ്പം അങ്ങനെ തന്നെ എഴുതാം. 1 × 1 പ്ലസ് അടുത്തത് 1 × -1, 1 × -1 പ്ലസ് അടുത്തത് -1 × 1, -1 × 1. നേരെ കാൽക്കുലേറ്റർ എടുത്ത് അങ്ങ് അടിച്ചു കൊടുത്തേ. തെറ്റാതിരിക്കാൻ വേണ്ടി കാൽക്കുലേറ്റർ എടുത്ത് ചെയ്തേ. 1 × 1 1 പ്ലസ് -1 പ്ലസ് -1. -1ഉം +1ഉം പോയി. ആൻസർ -1 എന്ന് കിട്ടിക്കാണും. കാൽക്കുലേറ്റർ എടുത്ത് തെറ്റാതെ ചെയ്യണം കേട്ടോ. മൈനസ് ചെയ്യാനൊക്കെ ഡൗട്ടുള്ളവർ തെറ്റാതെ ചെയ്യണമെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, എ ഡോട്ട് ബി കിട്ടി മക്കളെ. എ ഡോട്ട് ബി കിട്ടി -1 ബൈ മോഡ് എ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. മോഡ് എ എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് എ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറയുമ്പോൾ ഒരു റൂട്ട് ഇടുക. റൂട്ട് ഇട്ടിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ സ്ക്വയർ ഇടണം. 1 × സ്ക്വയർ 1. സ്ക്വയർ അടിക്കാൻ അറിയാമല്ലോ, കാൽക്കുലേറ്റർ എടുക്കുക. 1 സ്ക്വയർ. ഓക്കെ, ഇനി അടുത്തത് ഈ 1 × സ്ക്വയർ 1 പ്ലസ് -1 × സ്ക്വയർ. ചിലർ -1 സ്ക്വയർ എടുക്കുമ്പോൾ കാൽക്കുലേറ്ററിൽ -1 തന്നെ കിട്ടുന്നതെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ചെയ്തായിരുന്നു. മക്കൾ അതിൻ്റെ പ്രശ്നം എന്താ അറിയുക? നിങ്ങൾ -1 നെഗറ്റീവ് നമ്പർ അടിക്കുമ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റിനകത്ത് അടിച്ചിട്ട് സ്ക്വയർ അടിക്കുക കേട്ടോ. ബ്രാക്കറ്റിനകത്ത് നെഗറ്റീവ് നമ്പർ അടിച്ചിട്ട് വേണം സ്ക്വയർ അടിക്കാൻ. അപ്പോൾ അത് പോസിറ്റീവ് ആകും. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി, നെഗറ്റീവ് ഏത് നമ്പറിൻ്റെ സ്ക്വയർ എടുത്താലും പോസിറ്റീവ് ആകും. ഓക്കെ, അപ്പോൾ -1 സ്ക്വയർ 1. സോ എല്ലാം അവിടെ കൂട്ടിക്ക് √3 എന്ന് കിട്ടത്തില്ലേ? √3. അപ്പോൾ അതേ മോഡ് എ കിട്ടി √3. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ. ഇൻറ്റു മോഡ് ബി ഇതേപോലെ മോഡ് ബി അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ബി √2. ഇവിടുത്തെ നമ്പർ 1 × സ്ക്വയർ 1 പ്ലസ് അടുത്തത് -1 × സ്ക്വയർ 1, 1 × സ്ക്വയർ 1, എല്ലാം 1 അല്ലേ? ഇത് തന്നെ കിട്ടത്തില്ലേ മക്കളെ? √3 തന്നെ കിട്ടിയില്ലേ? √3 തന്നെ കിട്ടിയില്ലേ? കാണാലോ, √3 തന്നെ കിട്ടിയില്ലേ? സിമ്പിളായിട്ട് കിട്ടിയില്ലേ? ഓക്കെ, ഇവിടെ √3. ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്താൻ പോകുന്നേ. -1 ബൈ √3 × √3. അറിയാൻ മേത മക്കൾ ഓർത്തോ, റൂട്ട് ഒരേ നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ റൂട്ട് അങ്ങ് പോകും, ഒരു 3 എന്നാവും. √3 × √3 3, √2 × √2 2. അപ്പോൾ ഏതൊരു നമ്പറിൻ്റെയും റൂട്ട് തമ്മിൽ ഒരേ നമ്പർ തമ്മിൽ ഇൻഡു ചെയ്യുമ്പോൾ അത് ആ റൂട്ട് പോയിട്ട് ഒറിജിനൽ ആ നമ്പർ കിട്ടും. കാരണം റൂട്ടിൻ്റെ സ്ക്വയർ എടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെയാണ് 2 കിട്ടുന്നത്. ഇങ്ങനെ ഓർത്താൽ മതി, റൂട്ടിൻ്റെ ഒരേ നമ്പർ തമ്മിൽ ഇൻഡു ചെയ്യുമ്പോൾ റൂട്ട് പോയിട്ട് അത് ഒരൊറ്റ നമ്പറായി മാറും 3. കഴിഞ്ഞു, ആൻസർ കഴിഞ്ഞു. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു -1/√3. ഇത്ര എഴുതി കഴിഞ്ഞാൽ 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ വേണമെങ്കിൽ എഴുതാം. ഇത് ഇവിടെ തീറ്റ കണ്ടുപിടിക്കാനല്ല പറഞ്ഞത്. സോ തീറ്റ ഈസ് ഈക്വൽ ടു ഈ കോസിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ, സൈൻ കോസ് ടാൻ തുടങ്ങിയവ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് കോസ് അല്ലാകുന്നത് അതിനെ കോസ് ഇൻവേഴ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. കോസിൻ്റെ മുകളിലൊരു വര ഇടും, ഇങ്ങനെ -1 ഇടും. കോസ് ഇൻവേഴ്സ് ബാക്കി ആ സാധനം -1/3. ഓക്കെ ആണോ? ഇത്രയും വരെ എഴുതാൻ പാടുള്ളവർ ഇതിവിടം വരെ എഴുതി വെച്ചാൽ മതി, ഫുൾ മാർക്ക് കിട്ടും. അല്ലെങ്കിൽ തീറ്റ അവിടെ നിർത്തിയിട്ട് കോസിനെ നേരെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കോസ് ഇൻവേഴ്സ് എന്നാവും. കണ്ട, കോസിൻ്റെ മുകളിൽ ഒരു -1 ഇടുക, ബാക്കി ഈ സാധനം തന്നെ നേരെ അങ്ങ് എഴുതുക. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എത്ര എളുപ്പം നിങ്ങൾക്ക് കിട്ടി? ക്ലിയർ ആയോ? സെറ്റായോ? ഓക്കെ ആയോ? അങ്ങനെ ആണെങ്കിൽ മക്കളെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ നന്നായിട്ടൊന്ന് ചെയ്ത് താഴെ കമൻറ്റ് ഇടുക. ഞാൻ കമൻറ്റിന് റിപ്ലൈ ചെയ്യും. ശരിയാണെങ്കിൽ റിപ്ലൈ ചെയ്യും. ഓക്കെ അല്ലേ? തെറ്റാണെങ്കിൽ ഞാൻ തെറ്റെന്നേ പറയത്തുള്ളൂ. എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാ കുട്ടികൾക്കും തെറ്റാ കിട്ടുന്നതെങ്കിൽ അതിൻ്റെ റീസൺ ഞാൻ കമൻറ്റ് ചെയ്യാം. ഓക്കെ.
അപ്പോൾ നന്നായിട്ട് ചെയ്ത് പഠിച്ചോണം കേട്ടോ. അപ്പോൾ മക്കളെ പറഞ്ഞ് ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ വീഡിയോസ് കാണുന്ന കുട്ടികളിൽ പകുതിയിലേറെ കുട്ടികളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ആ മക്കളെല്ലാം എന്നോടുള്ള സ്നേഹം സബ്സ്ക്രിപ്ഷനിലൂടെയും ലൈക്കിലൂടെയും കമൻറ്റിലൂടെ അറിയിക്കുക. ലൈക്ക് കൂടുന്നതും സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതും എനിക്കൊരു എനർജിയാണ്. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും അങ്ങനെ തന്നെ ചെയ്ത് എന്നോടുള്ള സ്നേഹം കാണിക്കുക. മാത്രമല്ല നമ്മുടെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കിട്ടി സ്റ്റെപ്പായിട്ട് പഠിച്ചു പോകണം. ഇതിപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് തരുന്നത്. സ്റ്റെപ്പായിട്ട് പഠിച്ച് നല്ല പെർഫെക്റ്റ് ആക്കണം. ഈ 20-25 ദിവസം കൊണ്ട് സെറ്റ് ആക്കണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ താഴത്തെ നമ്പറിലൊരു മെസ്സേജ് അയക്കുക. എന്നിട്ട് എൻ്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ആപ്പ് വഴിയേക്ക് നമ്മുടെ ക്ലാസ്സുകളെല്ലാം നൽകുന്നത്. അപ്പോൾ താഴത്ത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് എൻ്റെ വാട്സപ്പിലേക്ക് വരും. ഒരു ഹായ് അയച്ചാൽ മതി. മക്കളെ ഫീസ് ഇവിടെ താഴത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും താഴത്ത് കൊടുത്തിട്ടുണ്ട്. വേണ്ട മക്കൾ ഉടനെ ജോയിൻ ചെയ്ത് സ്റ്റെപ്പായിട്ട് പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങാനുള്ള രീതിയിൽ സെറ്റാക്കി ഞാൻ തരും കേട്ടോ. അപ്പോൾ ക്ലാസ് ജോയിൻ ചെയ്യേണ്ട കുട്ടികൾ ഉടനെ ഹായ് അയക്കുക. അല്ലാത്ത കുട്ടികൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ മക്കളെ, താങ്ക് യു.